بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يوم تبدل الأرض غير الأرض والسماوات وبرزوا لله الواحد القهار وترى المجرمين يومئذ مقرنين في الأصفاد سرابيلهم من قطران وتغشى وجوههم النار ليجزي الله كل نفس ما كسبت إن الله سريع الحساب صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع واللكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم أنت النبي الذي ترجى شفاعته على الصراط إذا ما زلت القدم وصاحباك فلا أنساهما أبدا مني السلام عليكم ما جرى القلم يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه സമാദരണീയരായ നമ്മുടെ ഈ മഹലിൻ്റെ നേതൃത്വം അഭിവന്യരായ ദാരിമി ഉസ്താദ്, മറ്റു ഉസ്താദുമാരെ, നേതാക്കളെ, മാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ പ്രദേശത്ത് അന്തിയുറങ്ങുന്ന മഹാനവറുകളുടെ പേരിലുള്ള ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഇൽമിൻ്റെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പ്രത്യേകമായി ബറാഅത്ത് രാവ് വളരെ ശ്രേഷ്ഠമായ പവിത്രധന്യമായ രാത്രികളിൽ ഒരു മുസ്ലിം വളരെയധികം ബഹുമാനിക്കുകയും കഴിവിൻ്റെ പരമാവധി ഹയാത്താക്കുകയും ചെയ്യേണ്ട രാത്രി എന്ന് മഹാന്മാര് വിശേഷിപ്പിച്ച രാവും കൂടിയാണ്. നമ്മുടെ ഈ ഇരുത്തവും
കുറഞ്ഞ നേരമാണെങ്കിലും നാം പറയുന്നതും കേൾക്കുന്നതും അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. എന്നിൽ അർപ്പിതമായിരിക്കുന്നത് ഒരു നീണ്ട വിഷയമാണ്. ഒരാഴ്ച സംസാരിച്ചാലും എങ്ങുമെത്താത്ത ഒരു വിഷയം. ബറക്കത്തിന് വേണ്ടി അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം പറയാനേ നമുക്ക് നേരമുണ്ടാവുകയുള്ളൂ. മഹ്ശർ എന്ന് പറയുന്നത് നാമൊക്കെ വിശ്വസിക്കുന്ന ഒരു ലോകമാണ്. മരണത്തിന് ശേഷം ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തിനാണ് മഹ്ശർ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിനെ പറ്റി പറഞ്ഞ ആയത്ത് ഇന്ന് നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ പലതവണ ആവർത്തിച്ച് ഓതി. വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസതൻ വഹശർനാഹും ഫലം നുഗാദിർ മിൻഹും അഹദാ. പർവ്വതങ്ങൾ അതിൻ്റെ ആണിക്കല്ല് മുഴുവനും പറിച്ചെടുത്ത് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പാറിപ്പറക്കുന്ന രംഗം നിങ്ങൾ കാണുന്ന ഒരു ദിവസം. വതറൽ അർള ബാരിസ, അന്ന് ഭൂമി മറകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ തുറന്ന രീതിയിൽ കാണാൻ പറ്റും. കെട്ടിടങ്ങളില്ല, മരങ്ങളില്ല, മലകളില്ല, മറകളില്ല. ഒരു ഭാഗത്തുനിന്ന് നോക്കിയാൽ മറ്റൊരു ഭാഗത്തേക്ക് ഒരു തടസ്സവും ഇല്ലാതെ നീണ്ട് പരന്ന് കിടക്കുന്ന പ്രവിശാലമായ ഭൂമി. ഒരു തടസ്സവുമില്ല കാണാൻ. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ, എത്ര ദൂരത്തേക്ക് നോക്കിയാൽ കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്നൊരു ഭൂമി. വഹശർനാഹും, മനുഷ്യരെയും ജിന്നുകളെയും ജീവജാലങ്ങളെയും നാം ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിർ മിൻഹും അഹദാ, ഒരാളെയും നാം വിട്ടുകളയുകയില്ല. എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. ഇന്ന് ഭൂമിയിൽ തെരഞ്ഞിട്ട് കാണാത്ത ആളുകളെയും അന്ന് കാണാൻ പറ്റും. പലരെയും അഡ്രസ് ഇല്ലാതെ പോയിട്ടുണ്ട്. ചില ആളുകളെയൊന്നും കാണാതെ ആയിട്ട് മയ്യിത്ത് നിസ്കരിക്കാൻ പോലും പറ്റാതെ ആയിട്ടുണ്ട്. പക്ഷെ എല്ലാവരെയും അവിടെ കാണാൻ പറ്റും. എല്ലാവരെയും മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, ഇന്നകും മഹ്ശൂറൂന യൗമൽ ഖിയാമത്തി ഹുഫാത്തൻ ഉറാത്തൻ ഗുർല. ഖിയാമത്ത് നാളിൽ നിങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടും. ഹുഫാത്തൻ, നഗ്നപാതരായിട്ട്, ചെരുപ്പ് ധരിക്കാത്തവരായിട്ട്. ഉറാത്തൻ, നഗ്നരായിട്ട്, ആണും പെണ്ണും ഒരാളും വസ്ത്രം ധരിക്കാത്തവരായിട്ട്. ഗുർലൻ, ചേലാകർമ്മം മാർക്കം ചെയ്യാത്തവരായിട്ട്. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ആദ്യഘട്ടത്തിൽ നാം സൃഷ്ടിച്ചതുപോലെ നാം മനുഷ്യനെ മടക്കിക്കൊണ്ടുവരും. നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നമ്മുടെ കാലിൽ ചെരുപ്പുണ്ടോ? ഇല്ല. ശരീരത്തിന് തുണിയുണ്ടോ? ഇല്ല. ചേലാകർമ്മം ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ചേലാകർമ്മം ചെയ്യപ്പെട്ട രൂപത്തിൽ ജനിച്ച ആളുകളുണ്ട്, അവരങ്ങനെ വരും. അങ്ങനെയല്ലേ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിലേക്ക് വന്ന ശേഷം ചേലാകർമ്മം നിർവഹിക്കപ്പെട്ടതല്ലല്ലോ. വലദത്തുഹു മഖ്തൂനൻ വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദൂ. ഉലിത്തു മഖ്തൂനൻ, ഞാൻ ജനിച്ചപ്പോൾ തന്നെ മാർക്കം ചെയ്യപ്പെട്ട രീതിയിലാണ്. നമ്മളൊന്നും അങ്ങനല്ല. നമ്മൾ മാത്രല്ല, അമ്പിയാക്കളിൽ മറ്റു പലരും. വലിയ ഒരു പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനവർകളാണ് അവരുടെ ഖിതാൻ മാർക്കം ചെയ്തത്.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ എൻ്റെ മാർക്കം ചെയ്യുമ്പോൾ എനിക്ക് 80 വയസ്സായിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിന് പറ്റുന്ന ഒരു ഉപകരണം ഖദ്ദൂം എന്ന് പറയും. അർത്ഥം വെക്കുമ്പോൾ ഉളിയെന്നും ചാട്ടുളി എന്നൊക്കെ പറയാൻ പറ്റും. അതെടുത്ത് ഞാൻ തന്നെ എൻ്റെ ചേലാകർമ്മം ചെയ്തു, വേറെ ആൾ ചെയ്തതല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്നെ ചെയ്തതാണ്. ഇഖ്തതന ബിൽ ഖദ്ദൂമി വഹുവ ഇബ്നു 80 സന. അന്ന് മഹാനവറുകൾക്ക് 80 വയസ്സാണ്. ആ പ്രായത്തിലാണ് ചേലാകർമ്മം ചെയ്തത്. അപ്പൊ അവരും അങ്ങനെയുള്ള ജനിക്കുമ്പോൾ ഖിതാൻ ചെയ്യപ്പെടാത്തവരൊക്കെ അതേ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടും. ഈ ഹദീസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മറയില്ലാത്ത രൂപത്തിൽ വരുമ്പോൾ യൻളുറു ബഅ്ളുഹും ഇലാ ബഅ്ള്, ചിലര് ചിലരിലേക്ക് നോക്കൂലേ എന്ന് ചോദിച്ചു. പുരുഷന്മാര് സ്ത്രീകളിലേക്കും സ്ത്രീകള് പുരുഷന്മാരിലേക്കും നോക്കൂലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ അംറു അശദ്ദു മിൻ അൻ യുഹിമ്മഹും ദാലിക്. അന്ന് മഹ്ശറിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഒരാൾക്കും ഒരാളെയും നോക്കാൻ കഴിയുന്ന രൂപത്തിലല്ല അവസ്ഥ, അതിനേക്കാൾ ഗൗരവമായ രൂപത്തിലാണ്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന സമയത്ത് മുഅ്മിനീങ്ങളെ, ഖബറിൽ നിന്ന് ഞാനും നിങ്ങളുമൊക്കെ എഴുന്നേറ്റ് വരുമ്പോ നമ്മുടെ കൂടെ മഹ്ശറിലേക്ക് 2 ആളുകൾ നമ്മോടൊപ്പമുണ്ടാകും. നിങ്ങളെ എല്ലാവരുടെ കൂടെയും 2 ആളുകൾ ഉണ്ടാകും. വജാഅത് കുല്ലു നഫ്സിൻ മഅഹാ സായിഖും വശഹീദ്. ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പുറം ലോകത്തെത്തിയാൽ ഓരോ ശരീരത്തിന്റെ കൂടെയും 2 ആളുകളുണ്ട്. ഒന്ന് സായിഖ്, മഹ്ശറിലേക്ക് നമ്മെങ്ങനെ തെളിച്ചു കൊണ്ടുപോകുന്ന ആള്. മറ്റൊന്ന് ഷഹീദ്, നമുക്ക് അനുകൂലമായും പ്രതികൂലമായും സാക്ഷി നിൽക്കുന്ന ആള്. രണ്ടും 2 മലക്കുകളാണ്. ഒരു മലക്ക് നിൽക്കാനായിട്ടില്ല. നമ്മുടെ സ്ഥലത്തേക്ക് എത്തുന്നത് വരെ നമ്മെ എങ്ങനെ കൊണ്ടുപോകും? എവിടെയാണോ നമുക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടേക്ക് എത്തുന്നത് വരെ. അത് തന്നെ മറ്റൊരു മലക്കുണ്ടല്ലോ കൂടെ. ആ മലക്ക് പറയും, അനുകൂലമായി ദുനിയാവിൽ പ്രവർത്തിച്ച ആളാണെങ്കിൽ അവനോട് പറയും, നീ ദുനിയാവിൽ ഒരുപാട് ഖൈർ ചെയ്ത ആളല്ലേ, ഒരുപാട് നന്മകൾ ചെയ്ത ആളല്ലേ, അതുകൊണ്ട് നീ ഭയപ്പെടേണ്ടതില്ല, മുന്നോട്ട് നടന്നോളൂ. അതേ സമയത്ത് ദുനിയാവിൽ അശ്രദ്ധനായി ജീവിച്ച ആളോട് പറയും, ലഖദ് കുന്ത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. മഹ്ശർ പറഞ്ഞപ്പോ, ഖിയാമത്ത് നാൾ പറഞ്ഞപ്പോ, ഇവിടെ ഒരുപാട് ഭയാനകതയുണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്നും വിശ്വസിക്കാതെ ശ്രദ്ധിക്കാതെ ജീവിച്ച ആളല്ലേ, കണ്ണു തുറന്നൊന്ന് നോക്കൂ എങ്ങനെയുണ്ട്. ഇങ്ങനെ ഒരു ലോകം വരാനുണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്നില്ലേ? ഒരുങ്ങണമെന്നും തയ്യാറാകണമെന്നും പറഞ്ഞിരുന്നില്ലേ? അന്ന് നീ അതിനു വേണ്ടിയൊന്നും പരിശ്രമിച്ചില്ലല്ലോ. ഫബസറുകൽ യൗമ ഹദീദ്. ഇന്ന് നിന്റെ കണ്ണുകൊണ്ട് നീയൊന്ന് നോക്കണം. നിന്റെ കാഴ്ചക്ക് നല്ല മൂർച്ചയാണ്, നിന്റെ ദൃഷ്ടിക്കൊരു തകരാറുമില്ലല്ലോ. അള്ളാഹു പറഞ്ഞ ലോകം കണ്ടില്ലേ? ഭൂമിയെ ഭൂമിയല്ലാത്ത രൂപത്തിലും ആകാശത്തെ ഇക്കാണുന്ന രൂപമല്ലാത്ത രൂപത്തിലും മാറ്റിമറിച്ച ഒരു നേരമാണ് നമ്മൾ ഖബറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നേരം. പുറത്ത് എത്തലോടുകൂടെ ഓരോരുത്തരും പല ഭാഗത്തേക്കുമായി മുകളിലേക്കുള്ള ഒരു തുറിച്ച നോട്ടമുണ്ട്. മുകളിലേക്ക് മനുഷ്യൻ നോക്കുന്നത് എത്രമാത്രം ഭയപ്പാടോടെയാണ് സഹോദരങ്ങളെ. മേൽഭാഗത്തേക്കുള്ള നോട്ടം ഒരിക്കലും തായോട്ടാകാത്ത രൂപത്തില് അത്രയും ഭയവിഹ്വലതയിലാണ് ആളുകൾ മുന്നോട്ട് നീങ്ങുന്നത്. യൗമ തശ്ഖസു ഫീഹിൽ അബ്സാർ. കണ്ണുകൾ മേൽപോട്ടുയർന്നു നിൽക്കും, പേടിയുടെ ഊക്കുകൊണ്ടാണ്. ദുനിയാവിൽ തന്നെ പേടിച്ചൊരാളെ മുഖത്തേക്ക് നോക്കൂ, അയാളെ കണ്ണ് ഏത് രൂപത്തിലാണ് അയാളെ കണ്ണുണ്ടാകുന്നത്. മുന്നിലുള്ള ഒരാളയാള് പേടിയുടെ ഊക്കുകൊണ്ട് കാണില്ല.
വലത്തെ ഭാഗത്ത് നിൽക്കുന്നവനെ കാണില്ല, ഇടത്തെ ഭാഗത്ത് നിൽക്കുന്നവനെ കാണില്ല. പേടി കൂടുതലുള്ള ഒരാൾ തുറിച്ചു നോക്കുന്നൊരു നോട്ടം കാണാം. അത് ഏറ്റവും ഉയർന്ന രൂപത്തിൽ പാരത്രിക ലോകത്ത് അനുഭവപ്പെടാൻ പറ്റും. യൗമ തശ്ഖസു ഫീഹിൽ അബ്സാർ മുഹ്തിഈന മുഖ്നീ റൂസിഹിം ലാ യർതദ്ദു ഇലൈഹിം തർഫുഹും വഅഫ്ഇദതുഹും ഹവാ. മനസ്സ് ശൂന്യമാണ്, മനസ്സിലൊന്നുമില്ല. പക്ഷേ മനസ്സിന് ബേജാറുണ്ട്, മനസ്സിന് പരിഭ്രമാവസ്ഥ കൂടുതലുണ്ട്. മഹ്ശറിലേക്ക് ആളുകൾ ഖബറിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഖബറിൽ നിന്ന് പോകുന്നവരോ എല്ലാവരും ഒരേ രൂപത്തിലാണോ? അല്ല. ഖബറിൽ നിന്ന് മഹ്ശറിലേക്ക് നീങ്ങുന്നവരിൽ ഏറ്റവും ഹൈ പവറിലുള്ള ആള്, ദുനിയാവിൽ തന്നെ കണ്ടില്ലേ നിങ്ങൾ, ജനങ്ങൾ വിവിധ തട്ടിലാണ്. അതേ രൂപത്തിൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവരും വിവിധ രൂപത്തിലാണ്. വാഹനങ്ങളിൽ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ഓടി 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 മുന്നോട്ട് നീങ്ങുന്നവരുണ്ട്, ഹൈ സ്പീഡിൽ നടന്ന് നീങ്ങുന്നവരുണ്ട്, പതുക്കെ പതുക്കെ നടന്ന് നീങ്ങുന്നവരുണ്ട്, നടക്കാൻ കഴിയാതെ വീണുപോയിട്ട് പിന്നെയും എഴുന്നേറ്റ് നീങ്ങുന്നവരുണ്ട്, നടക്കാൻ കഴിയാതെ ഒരു ഭാഗത്ത് വീഴുന്നു, പിന്നെയും എഴുന്നേൽക്കുന്നു, പിന്നെയും വീഴുന്നു. എല്ലാം അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ച യാഥാർത്ഥ്യമാണ്. അല്ലദീന യഅകുലൂന റിബാ. മാഷാ അല്ലാഹ്, സന്തലി നമ്മുടെ നാട്ടിൽ പറയുന്ന വരവായിരിക്കും അല്ലേ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അല്ലാഹ്, അരിയാ കൊണ്ടിരുന്നത് അല്ലേ? നേർച്ചരിയാ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. വലിയ ഖൈറും ബർക്കത്തും അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. പരിശുദ്ധമായ ബറാഅത്ത് രാവിൽ ഈ നൽകുന്ന സംഭാവനകൾ, നേർച്ചകൾക്കൊക്കെ വലിയ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. അവരവരിൽ നിന്ന്, അവരെ കുടുംബങ്ങളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന് മൺമറഞ്ഞവരുടെ ഹദ്റത്തിലേക്ക് നല്ല കൺകുളിർമയാർന്ന അമലായി അള്ളാഹു എത്തിക്കുമാറാകട്ടെ. കുടുംബാംഗങ്ങൾക്ക്, ബന്ധുക്കൾക്ക്, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു ആയുരാരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ മഹ്ശറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ വീണുപോയി നടക്കാൻ കഴിയാതെ വെപ്രാളപ്പെട്ട് പരിഭ്രമത്തോടെ ദുനിയാവിൽ അസുഖം ബാധിച്ച അപസ്മാര രോഗികളെ പോലെ, അല്ലെങ്കിൽ പിശാച്ച് ബാധയേറ്റ ആളുകളെ പോലെ വീണും എഴുന്നേറ്റും പിന്നെ നടന്ന് പിന്നെയും വീണും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അവരെ കൂട്ടത്തിൽ ഏതായാലും നമ്മൾ ആരും ഉണ്ടാകാൻ പാടില്ല. അല്ലദീന യഅകുലൂന റിബാ, പലിശ ഭക്ഷിക്കുന്ന ആളുകൾ. ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചതാ, പലിശ ഭക്ഷിക്കുന്ന ആളുകൾ. കുറച്ച് കാശ് കയ്യിൽ കാണുമ്പോഴേക്ക് വർധനവ് ഉദ്ദേശിച്ചുകൊണ്ട് കൊണ്ടുപോയിടാൻ തോന്നുന്ന എല്ലാവർക്കും, എന്നിട്ട് വർക്കത്തിന് നേർക്കാൻ പറയും. എന്താ നേർക്കണ്ടേ? അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമൂൻ, പലിശ ഭക്ഷിക്കുന്ന ആളുകൾ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരില്ല. ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്, പിശാച് ബാധയേറ്റ ആള് എഴുന്നേറ്റ് നടക്കും പോലെയല്ലാതെ പല ഭാഗത്തും വീണുപോകുന്നു, പിന്നെയും എഴുന്നേറ്റ് നടക്കുന്നു, പിന്നെയും വീണുപോകുന്നു. സ്വസ്ഥമായി സഹോദരങ്ങളെ, നമ്മളെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടക്കും പോലെ നടക്കാൻ അവന് കഴിയില്ല. എന്താണ് അവന് കഴിയാത്തത്? എന്താണ് അവന് ബാധിച്ച അസുഖം? ദുനിയാവിലെ ജീവിതത്തില് പലിശ കൊടുത്തും വാങ്ങിയും തിന്നുമാണ് അവൻ ജീവിച്ചത്. അല്ലാഹു തആല ഹറാമാക്കിയ ഒരു കാര്യം ഒരു പ്രശ്നവും ഇല്ലാതെ അവന്റെ ജീവിതത്തിൽ അവൻ തുന്നിച്ചേർത്തു. ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا. അങ്ങനെ വരാനുള്ള കാരണം അവർ പറഞ്ഞു, കച്ചവടവും ഏർപ്പാടുമൊക്കെ പലിശ പോലെ തന്നെയാണല്ലോ. പലിശയും ഒരു ഇടപാടാണ്, കച്ചവടവും ഒരു ഇടപാടാണ്. കച്ചവടത്തോട് പലിശയെ സാമ്യപ്പെടുത്തി. ഒരിക്കലും അങ്ങനെയല്ല, രണ്ടിനും രണ്ട് നിയമമാണ്. അഹല്ലല്ലാഹുൽ ബൈഅ,
കച്ചവടം അള്ളാഹു ഹലാലാക്കിയതാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ അതിന് വലിയ പ്രതിഫലവും ഉണ്ട്. ചിലപ്പോഴൊക്കെ അത് ഫർള് കിഫയായി വരും. വഹറമ റിബാ, പലിശ അള്ളാഹു ഹറാമാക്കിയതാണ്. അള്ളാഹു തആല യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ്. അത് ഭക്ഷിക്കുന്ന ആളെയും ഭക്ഷിപ്പിക്കുന്നവനെയും എഴുതിക്കൊടുക്കുന്നവനെയും ഒപ്പിട്ട് കൊടുക്കുന്നവനെയും സാക്ഷികളായി കൂട്ടി നിൽക്കുന്നവരെയും എല്ലാവരെയും അള്ളാഹു ലഅനത്ത് ചെയ്ത വിഭാഗമാണ്. അള്ളാഹുവിന്റെ ശാപം തട്ടാത്തതിൽ ആരാണ്? എല്ലാ വിഭാഗക്കാർക്കും ശാപമാണ്. എല്ലാവരും കുറ്റത്തിൽ തുല്യ പങ്കാളികളാണ്. വഹും സവാ. മുഅ്മിനീങ്ങളെ, പലിശക്ക് വേണ്ടി കൊടുത്തു വാങ്ങുന്ന ഏർപ്പാട് നമ്മുടെ ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചു പോയതുണ്ടെങ്കിൽ നിർത്തലാക്കിയിട്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. ഒരിക്കലും അതുകൊണ്ട് വികസനം ലഭിക്കൂല എന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ആര് നമ്മെ എത്ര പറഞ്ഞു പ്രേരിപ്പിച്ചാലും, പലരുടെയും വികസന ലോകങ്ങളൊക്കെ കണ്ടാലും, പലിശ കൊണ്ട് എത്ര വർധനമുണ്ടാക്കാൻ തീരുമാനിച്ചാലും റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ ബറക്കത്ത് മായ്ച്ചു കളയുമെന്ന് അള്ളാഹു പറഞ്ഞതല്ലേ. യംഹഖുല്ലാഹു റിബാ വയുർബിസ് സ്വദഖാത്ത്. പലിശയുടെ ബറക്കത്ത് അല്ലാഹു മായ്ച്ചു കളയും. പലിശയുടെ വികസനത്തിൽ ഒരു ബറക്കത്തും ലഭിക്കൂല, ഒരു പുരോഗതിയും ലഭിക്കൂല. അപ്പൊ പലിശ തിന്ന് ജീവിക്കുന്ന ആളുകൾ അങ്ങനെയാണ് എഴുന്നേറ്റ് വരുന്നത്. അറിയാതെ പെട്ടുപോയ ആളുകൾ നിർത്തണമെന്ന് ഇടക്ക് ഞാൻ സൂചിപ്പിച്ചതാണ്. വികസനം എന്ന നിലക്ക് വീണ്ടും അതിന്റെ പിന്നാലെ പോകരുത്. ചോദിച്ചു നോക്കുമ്പോ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരു 10-60% വരുന്ന ആളുകളും ആ വിഷയങ്ങളിലൊക്കെ മെമ്പർമാരായിട്ടാണ് ഇപ്പൊ നിലകൊള്ളുന്നത്. അത് വലിയ അപകടമാണ്. ആരൊക്കെയാണ് ആ ലെവലിൽ ജീവിക്കുന്നവര് എന്ന് ദുനിയാവിൽ ആർക്കും മനസ്സിലായില്ലെങ്കിലും ലോകത്തുള്ള മുഴുവൻ ആളുകളും നമ്മെ മനസ്സിലാക്കുന്ന ഒരു ചിത്രമുണ്ട്. അത് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് പോകുമ്പോഴാണ്. സുബ്ഹാനല്ലാഹ്, ആ വരവിൽ തന്നെ വിവിധ രൂപങ്ങളും വിവിധ ഭാവങ്ങളും സംഭവിക്കാനുണ്ട്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരുടെയും വരവിനെ ഓരോ രൂപത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഒരേ രൂപത്തിലും ഒരേ ഭാവത്തിലുമല്ല, മാറ്റങ്ങളുണ്ട്. പലർക്കും മാറ്റങ്ങളുണ്ട്. ഇരിക്കട്ടെ, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് ആളുകളൊക്കെ മുന്നോട്ട് നീങ്ങുമ്പോ എവിടെയാണ് ഓരോരുത്തർക്കും മഹ്ശറിൽ എത്തിച്ചേരാനുള്ളത്? എത്തിച്ചേരാനുള്ള സ്ഥലം ഏതാണ്? മുഅ്മിനീങ്ങളെ, എവിടെയാണ് നമുക്ക് പോയി നിൽക്കേണ്ടത്? പോയി നിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ്? എല്ലാവരും തണലിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ലോകമാണത്. പക്ഷേ എല്ലാവർക്കും അവിടെ തണലുണ്ടാകുമോ? ഇല്ല. എല്ലാവർക്കും അവിടെ തണല് നൽകപ്പെടുകയില്ല. തണല് നൽകപ്പെടുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തില് നമ്മൾ ഓരോരുത്തരും സീറ്റ് പിടിക്കുന്നത് നല്ലതാണ്. ദുനിയാവിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണത്. പാരത്രിക ലോകത്ത് വെച്ച് അല്ലാഹു തആല ഔദാര്യപരമായി സാധുവല്ലേ എന്ന് വിചാരിച്ച് തരുന്ന ഒരു സംഗതിയല്ല. പാവപ്പെട്ടവനല്ലേ എന്ന് കരുതിയിട്ട് അല്ലാഹു നിശ്ചയിച്ചു തരുന്ന ഒന്നല്ല. ദുനിയാവിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു മാർഗമാണത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിന്റെ തണല് കൊള്ളുന്ന ധാരാളം ആളുകളെ പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കളും ഔലിയാക്കളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും അവരൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം എത്ര സന്തോഷദായകമായ സ്ഥലമാണ്. ആ മഹ്ശറിൽ മനുഷ്യന്മാര് പോയി നിൽക്കുന്ന, അധികരിച്ച ആളുകളും പോയി നിൽക്കുന്നത് ഒഴിഞ്ഞ സ്ഥലത്താണ്. സുബ്ഹാനല്ലാഹ്, സൂര്യൻ ദുനിയാവിൽ കാണുന്ന രൂപത്തിലല്ല. സൂര്യൻ ഒരു ചാണ് അടുത്തുകൊണ്ട് നിൽക്കുന്നൊരു സ്ഥലം. മഹ്ശറിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. സൂര്യൻ ഒരു ചാണ് മുകളിൽ ഉദിക്കുമ്പോൾ മനുഷ്യന്മാരുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന വിയർപ്പിന്റെ പുഴ എത്രമാത്രമായിരിക്കും. കോടിക്കണക്കിന് കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യന്റെ ചൂട് തട്ടിയിട്ട്
ഉച്ചവെയിലിൽ ഒന്ന് 10 മിനിറ്റ് നിൽക്കാൻ കഴിയാത്ത നമ്മുടെ ഈ ദുർബലമായ ശരീരം, ഉച്ചവെയിലിൽ കുറച്ചു നേരം ഒന്ന് ചൂടുകൊണ്ട് നടക്കാൻ കഴിയാത്ത ഈ ശരീരം എങ്ങനെയാ സഹോദരാ അത്രയും അടുപ്പത്തിൽ സൂര്യൻ വന്നുദിക്കുമ്പോ ആ സൂര്യന്റെ വെയിൽ കൊണ്ട് സഹിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തണല് കിട്ടുന്ന ആളുകളെ കൂട്ടത്തിൽ ചേരാനുള്ള വഴി ഇവിടെ വെച്ച് ഉണ്ടാക്കിയെടുക്കണം. മഹ്ശറിൽ തണല് കൊള്ളുന്ന ആളുകൾ പലരും ഉണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ അതിൽ ചാൻസ് ഉണ്ട്. ആ ചാൻസ് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ നമുക്കത് ലഭ്യമാകും. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർശിന്റെ തണൽ കൊള്ളുന്ന ആളുകളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് 7 വിഭാഗമോ 10 വിഭാഗമോ അല്ല. ഇമാം ഖസ്തല്ലാനി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതനുസരിച്ച് 70-ലധികം വിഭാഗമുണ്ട്. ഏതെങ്കിലും ഒന്നില് നമ്മൾ സീറ്റ് പിടിക്കാൻ നോക്കണം. ഏറ്റവും പ്രതീക്ഷയോടുകൂടെ പറയട്ടെ, നിസ്കാരാദി കർമ്മങ്ങളൊക്കെ നേരെ ചൊവ്വേ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വകുപ്പുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്ത് എത്തുമ്പോൾ നിസ്കാരം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുന്ന ആളുകളെ ഏറ്റവും നല്ല തണല് കൊടുത്തുകൊണ്ട് അല്ലാഹു തആല സ്വീകരിക്കുന്നുണ്ട്. അർശിന്റെ തണല് കൊള്ളുന്ന കൂട്ടത്തിൽ 7 വിഭാഗത്തെ പ്രധാനികളെ എണ്ണിയപ്പോൾ തന്നെ അതിൽ ഒരു വിഭാഗത്തെ എണ്ണിയിട്ടുണ്ട്. വറജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. ഒരാള് അദ്ദേഹത്തിന്റെ മനസ്സ് പള്ളിയുമായി സദാ ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്താണ് പറഞ്ഞത്? നിസ്കാരം വളരെയധികം ശ്രദ്ധിക്കുന്ന സൂക്ഷിക്കുന്ന ആളാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പള്ളി എന്തിനാണ് ഏറ്റവും പ്രധാനമായും? നിസ്കരിക്കാനല്ലേ. എല്ലാ സ്ഥലത്തുമുള്ള പള്ളികൾ കാര്യമായി ഉപയോഗപ്പെടുത്തുന്നത് നിസ്കരിക്കാനാണ്. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ പള്ളി എല്ലാത്തിടത്തും നടക്കും. പള്ളിയിൽ സഹോദരങ്ങളെ ഒരുമിച്ച് കൂടുന്നതും പള്ളിയിൽ കിട്ടുന്നതുമായ പല സംഗതികളും പുറത്ത് ലഭിക്കില്ല. ഈത്തിക്കാഫ് എന്ന് പറയുന്നത് പള്ളിയിൽ ലഭിക്കുന്ന ഒരു പ്രത്യേക കാര്യമാണ്. അതുപോലെ തന്നെ പള്ളി കൊണ്ട് കിട്ടുന്ന ഒരുപാട് നേട്ടമുണ്ട്. അപ്പൊ പള്ളിയുമായി ഹൃദയം ബന്ധമുള്ള ആള് എന്ന് പറയുന്നത് നിസ്കാരം വല്ലാതെ ശ്രദ്ധിക്കുന്ന ആള് എന്നാണ് അതിന്റെ അർത്ഥം. കച്ചവടക്കാരനാണെങ്കിലും അവൻ പള്ളിയിൽ പോയി നിസ്കരിക്കും, നിസ്കാരം ഖളാ ആക്കൂല. വേറെ ഏത് തൊഴിലുള്ളവനാണെങ്കിലും നിസ്കാരം വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നടക്കും. ആ നിലക്ക് നിസ്കാരം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നടക്കുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ ഒരുക്കി കൊടുക്കുമ്പോ സഹോദരങ്ങളെ പ്രതീക്ഷയോടുകൂടെ നിർവഹിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണത്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ നോക്കി ജീവിക്കുന്ന ലോകത്ത് അനാവശ്യങ്ങൾക്കുള്ള സൗകര്യം പെരുത്ത് വെളിവായിരിക്കുകയാണ്. പക്ഷേ അനാവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ എത്ര മുന്നിൽ വന്നാലും പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ആണ് പെണ്ണ്, അവൻ അല്ലാഹു തആല അർശിന്റെ തണല് കൊടുത്ത് സ്വീകരിക്കും. പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് മാത്രം മാറി നിന്നവനാണ്. വേറെ ആരെയും ഉദ്ദേശിച്ചല്ല, വേറെ ആരെയും ചിന്തിച്ചല്ല. മരിച്ചാൽ തന്നെ അയാൾക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പള്ളിയിലേക്ക് നടന്നു നീങ്ങുന്ന, പള്ളിയിലേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരനെ പോകുന്ന വഴിയോരത്ത് എന്നും ഒരു ചെറുപ്പക്കാരിയായ പെണ്ണ് നോക്കി ഇങ്ങനെ നിൽക്കും. പക്ഷെ ആ ചെറുപ്പക്കാരൻ അങ്ങോട്ട് നോട്ടല്ല. ഈ പെണ്ണ് എന്നും ആ ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് പോകുമ്പോ അങ്ങനെ നോക്കും. ഇടക്കിടക്ക് ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് പറയും, എനിക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാണ് എന്ന് പറയും. ചെറുപ്പക്കാരനൊന്നും മിണ്ടൂല. അയാൾ അങ്ങനെ പള്ളിയിലേക്ക് പോകും, നോക്കുക പോലും ചെയ്യില്ല. ആ പെൺകുട്ടി എത്ര നോക്കിയാലും, എത്ര ആകർഷിപ്പിച്ചാലും, എത്ര മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞാലും
ഒരിഞ്ച് പോലും ആ പെൺകുട്ടിയിലേക്ക് ചായ്വില്ലാതെ ആ ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് നടന്നു നീങ്ങും. നിസ്കരിച്ച് വീട്ടിലേക്ക് വരും. വരുമ്പോഴും പോകുമ്പോഴും ഒക്കെ ആ പെൺകുട്ടി, അതാണ് സ്വഭാവം. ഇപ്പോൾ അങ്ങനത്തെ ആണുങ്ങളും പെണ്ണുങ്ങളും ആ രൂപത്തിൽ ഏതെങ്കിലും ഒന്നൊന്നിനെ വശീകരിക്കാൻ നിൽക്കുമ്പോ അവിടെ ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട മാർഗം എങ്ങനെയാണ്? ഏതായാലും അവളൊന്നും ഇങ്ങോട്ട് ചിരിച്ചില്ലേ, ഒരു ചിരി അങ്ങോട്ട് കൊടുക്കാതിരുന്ന മോശമല്ലേ അല്ലേ? അപ്പൊ ഒന്ന് അങ്ങോട്ട് ചിരിച്ചു കൊടുക്കുക. അങ്ങനല്ലേ അതിന്റെ ഹൈറ്? അങ്ങനല്ല അതിന്റെ ഹൈറ്. അവൾ ഇങ്ങോട്ട് തുറിച്ചു നോക്കുന്നുണ്ട്, എന്നാ നീ നോക്കരുത്, നീ അങ്ങോട്ട് തുറിച്ചു നോക്കല്ലേ വേണം, നോക്കാതിരിക്കണം. ആ നോട്ടത്തിൽ സംഗതിയാകെ തെറ്റിപ്പോകും. നോട്ടം എന്ന് പറയുന്നതല്ലേ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. നോക്കിയിട്ടല്ലേ സഹോദരിമാരെ ബാക്കിയൊക്കെ വീണുപോകുന്നത്. ഒരു നോട്ടം നോക്കി, രണ്ടാമത്തെ നോട്ടവും നോക്കി, മൂന്നാമത്തെ നോട്ടത്തിൽ എന്തോ പറഞ്ഞു, അടുത്ത നോട്ടത്തിൽ എന്തോ കൈമാറി, പിന്നെ അതാ ശരീരവും കുടുംബവും ഒക്കെ ശിഥിലമാകുന്ന രൂപത്തിലുള്ള ബന്ധങ്ങളും ബന്ധനങ്ങളൊക്കെ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, കാര്യം വഷളാകുന്നു. 4-5 കുട്ടികൾ ഇപ്പുറത്തുണ്ട് എന്നുള്ളൊരു നോട്ടം പോലും ഇല്ല. അപ്പുറത്തെനിക്ക് 4 മക്കളെയും ഒരു ഭാര്യരെയും പോറ്റി വളർത്താനുണ്ട് എന്നുള്ള നോട്ടം ആണിനുമില്ല. ആ രൂപത്തിൽ പിന്നെ ജീവിതം താളം തെറ്റിപ്പോകുന്നു. തുടക്കം കുറിച്ചത് എന്താണ്? നോട്ടമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, നോട്ടം പിശാചിന്റെ അസ്ത്രങ്ങളിൽ നിന്ന് വിഷലിപ്തമായ ഒരു അമ്പാണ്. പിശാചിന് ഒരുപാട് അമ്പുണ്ട്. ആ അമ്പിന്റെ കൂട്ടത്തിൽ വിഷം പുരട്ടിയ അമ്പാണ് നോട്ടം. നോട്ടം അങ്ങനെ തുറിച്ചു നോക്കുമ്പോ അതിനനുസരിച്ച് മനസ്സിൽ രൂപഭാവങ്ങൾ മാറ്റിവരും. ഈ പെണ്ണ്